ഇത് ചക്ക കൊണ്ടുണ്ടാക്കി വഴന ഇലയിൽ പുഴുങ്ങിയ കുമ്പിളപ്പമാണ്. ഹായ്, നല്ല നമസ്കാരം. വഴനമരം കേരളീയരായിട്ടുള്ള എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വൃക്ഷമാണ് വഴനമരം. ഇലകളുടെ സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഒരു സുഗന്ധവൃക്ഷമാണ് വഴന. വഴനയുടെ ഇല മടക്കിക്കുത്തി കുമ്പിളാക്കി അതിൽ മാവ് നിറച്ച് പുഴുങ്ങിയെടുക്കുന്ന കുമ്പളപ്പം മലയാളികൾക്ക് പണ്ടും ഇന്നും ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു ആഹാരമാണ്. അതിൻ്റെ സുഗന്ധവും രുചിയും ഒന്ന് വേറിട്ടത് തന്നെയാണ്. ഒരു ആയുർവേദ ഔഷധ സസ്യമായ വഴനയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് വഴന എന്ന സുഗന്ധവൃക്ഷത്തെ പറ്റിയാണ്. സവിശേഷമായ ഇലകളുടെ സുഗന്ധത്താൽ ശ്രദ്ധേയമായ ഒരു സുഗന്ധവൃക്ഷമാണിത്. മലയാളികൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള വഴനയുടെ ഇല മടക്കി കുത്തി അതിൽ പുഴുങ്ങിയെടുക്കുന്ന കുമ്പളപ്പത്തിൻ്റെ സുഗന്ധം പേറുന്ന രുചി അന്നും ഇന്നും മലയാളികളിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. ഇതിൻ്റെ എല്ലാ മെറിറ്റ്സും ഇതിൻ്റെ ഇലയുടെ പ്രത്യേകതയാണ്. ഈ വഴനമരം ഒരു ആയുർവേദ ഔഷധ സസ്യമാണ്. ആസ്മ, ദന്തരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അണുബാധകൾ, ചുമ, അലർജി, തലവേദന, ദഹനക്കേട്, നാഡീസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ്. പറമ്പിലും പാതയോരത്തും പുഴയോരത്തും വയലോരത്തും നാട്ടുംപുറങ്ങളിലുമൊക്കെ ഈ വൃക്ഷത്തെ കാണാം. പശ്ചിമഘട്ടവാസിയായ ഒരു ഔഷധ വൃക്ഷമാണ് വഴന. ഇതിൻ്റെ ശാസ്ത്രനാമം സിനാമൺ മാലപത്രം എന്നാകുന്നു. ഇത് കറുവപ്പട്ടയുടെ അതേ സസ്യകുടുംബത്തിൽപ്പെട്ടതും അതിൻ്റെ ബന്ധുവുമാണ്. 15 മുതൽ 20 മീറ്റർ വരെ ഉയരം വെക്കുന്ന ഈ മരത്തിന് വഴന, വെള്ളക്കൊടല, കുപ്പമരം, ഇടന, കുമ്പിൾ മരം, വയണ, ശാന്തമരം, ഇലമങ്ങലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള കെമിക്കലുകളോ മറ്റു സംയുക്തങ്ങളോ ഒന്നും ഇതിൽ ഇല്ല. ഉള്ളതാകട്ടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഘടകങ്ങളാണ്. ഈ വഴനയിലയുടെ ഇല കുമ്പിള് കുത്തി ശർക്കര പാനീയാക്കിയതിൽ പഴമോ ചക്കപ്പഴമോ ഇട്ട് ഇളക്കി വിളയിച്ചെടുത്ത് അതിൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയോ ചേർത്ത് കുഴച്ച് തേങ്ങായും ചേർത്ത് വഴന ഇലയുടെ കുമ്പിളിൽ നിറച്ച് ഇഡലിക്കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുന്ന ആഹാരം വളരെ സ്വാദിഷ്ടമാണ്. ഇത് വെന്തു വരുമ്പോൾ ഉണ്ടാകുന്ന മണവും വളരെ ആസ്വാദ്യകരമാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി അമ്മമാർ ഇത്തരം ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിൻ്റെ ഇല പറിച്ചു വെച്ചിട്ട് പിന്നീട് ഒരു ദിവസം ഉപയോഗിക്കാമെന്ന് കരുതിയാൽ ശരിയാകില്ല. പച്ച ഇലയായിട്ടുള്ളപ്പോൾ കിട്ടുന്ന സുഗന്ധം ഉണങ്ങിക്കഴിയുമ്പോൾ കിട്ടുകയില്ല. അതുകൊണ്ട് പച്ച ഇലയാണ് കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഉത്തരേന്ത്യക്കാർക്ക് ഈ സസ്യത്തെ പണ്ടേ പരിചിതമാണ്. പാചകത്തിനും അത്തർ നിർമ്മാണത്തിനുമൊക്കെയായിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യക്കാരുടെ പാചകവിധികളിൽ വഴന ഇലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പുരാതന റോമാക്കാർക്ക് വഴന, അതായത് മാലപത്രം എന്ന പേരിൽ പരിചിതമാണ്. കറുവയുടെ ബന്ധുവായ വഴന ഇലയ്ക്ക് കറുവയുടെ ഇലയേക്കാൾ കട്ടിയും വലിപ്പവുമുണ്ട്. ഇതിൻ്റെ ഇലയിൽ നീളത്തിൽ 3 ഞരമ്പുകൾ കാണാം. ഈ വഴനകൾ 2 തരത്തിൽ കാണപ്പെടുന്നു. വലിയ ഇലകളുള്ളതും നല്ല സുഗന്ധം കൂടുതലുള്ളതുമായ വഴന ഇലയുണ്ട്. എന്നാൽ അത്രയും വലിപ്പമില്ലാത്ത ഇലകളും സുഗന്ധം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ദിനം വഴനയും ഉണ്ട്. വഴന ഇലയും കറുവപ്പട്ടയുടെ ഇലയും എല്ലാം നമ്മൾ ബേ ലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ബിരിയാണിയിൽ ചേർക്കുന്ന ബേ ലീഫ് വഴനയുടെ ഇല അല്ല. പലർക്കും ഇതിൽ തെറ്റിദ്ധാരണയുണ്ട്. കറുവപ്പട്ടയുടെ കുടുംബത്തിൽപ്പെട്ട തേജ് പത്ത് എന്നറിയപ്പെടുന്ന ഇലയാണ് ബേ ലീഫായി ബിരിയാണിയിൽ ചേർക്കുന്ന ഇല. ഉണങ്ങിയാലും ഇതിൻ്റെ ഇലയ്ക്ക് മസാലയുടെ, അതായത് കറുവപ്പട്ടയുടെ ഗന്ധമുണ്ട്. ഇതിൻ്റെ ശാസ്ത്രനാമം സിനാമോം തമല എന്നാണ്. വടക്കേ ഇന്ത്യയിലെ ജനങ്ങളും ബിരിയാണിയിലൊക്കെ ചേർക്കുന്നത് ഇതാണ്. എന്നാൽ വഴനയും കറുവപ്പട്ടയുടെ കുടുംബത്തിൽപ്പെട്ട സസ്യമാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം സിനോമം വേറം എന്നാണ്. ഇതിന് വളരെ നേർത്തതും മറ്റൊരു സുഗന്ധവുമാണ്. എന്നാൽ തേജ്പത്ത എന്ന ബേലീഫിന് കറുവപ്പട്ടയുടെ ശക്തമായ ഒരു ഗന്ധമാണ്. എന്നാൽ യൂറോപ്യൻസ് ആഹാര സാധനങ്ങളിൽ പ്രത്യേക സുഗന്ധത്തിനു വേണ്ടി വഴനയുടെ ഇല ചേർക്കാറുണ്ട്. ബിരിയാണിയിൽ ചേർക്കുന്ന ബേ ലീഫ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലും
കേരളത്തിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ കാണുന്ന കറുവപ്പട്ടയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സസ്യമാണ്. കേരളത്തിൽ കാണപ്പെടുന്ന വയനയുടെ തടി ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ആയതുകൊണ്ട് ഇത് വെട്ടിക്കളയുകയോ വിറകിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വയനയുടെ ഔഷധ ഗുണങ്ങൾ നോക്കാം. വയനയില ഒരു നിരോക്സീകാരിയാണ്. ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തിനെ പ്രോത്സാഹിപ്പിച്ച് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം ചേർക്കുമ്പോൾ വായുകോപം തടയുന്നു, വയറുവേദനയെ ശമിപ്പിക്കുന്നു. ആയുർവേദ വിധിപ്രകാരം ചുമ, അലർജി, തലവേദന, ആസ്മ, ദഹനക്കേട്, വൃക്ക തകരാറുകൾ, ഹൃദ്രോഗം, ഉത്കണ്ഠ, തുമ്മൽ, നാഡീവേദന, ദന്തരോഗം എന്നിവയ്ക്കെല്ലാം വയനയില പ്രതിരോധവും പരിഹാരവുമായിട്ട് ഉപയോഗിക്കുന്നു. വഴനയിലയിൽ ചില രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയുടെ ഹൃദ്യമായ മണത്തിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന സംയുക്തമാണ്. ഇതാണ് ഇതിൻ്റെ സുഗന്ധത്തിനും സ്വാദിനും ആധാരം. മാത്രമല്ല, മണമുണ്ടാക്കുന്ന വേറെയും ചില ഘടകങ്ങൾ ഇതിലുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില ബാഷ്പീകരണ സംയുക്തങ്ങളായ മോണോടെർപിൻ, സെസ്കിടെർപിൻ എന്നിവയും ഇവയുടെ സുഗന്ധത്തിന് കാരണങ്ങളാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓയിൽ ഘടകങ്ങളായ ആൽഫ പൈനിൻ, കാഫിൻ, ലിമോണിൻ, മിറൈസിൻ തുടങ്ങിയ ഓയിൽ ഘടകങ്ങൾ ശ്വസനത്തിന് സഹായിക്കുകയും ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോളുകൾ, റൂട്ടിൻ, കഫൈക്ക് തുടങ്ങിയ ഘടകങ്ങൾ ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകം ശക്തമായ വേദന ശമനത്തിനും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ കിളിർന്ന ഇലകൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ ദന്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കാരണം ഇതാണ്. ഇതിൻ്റെ എണ്ണയിലടങ്ങിയിരിക്കുന്ന മൈർസിൻ പോലുള്ള ടെർപ്പിനുകൾ പെർഫ്യൂം വ്യവസായത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. കൂടാതെ ഇതിൻ്റെ ഇലയിൽ ആരോഗ്യ ഘടകങ്ങളായ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സെലേനിയം, സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. വയന ഇലയിൽ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ്. ചുരുക്കത്തിൽ വയനയില വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഔഷധ ഇലയാണ്, സുഗന്ധപൂരിതമാണ്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് വയനയെപ്പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.